താല്പര്യപ്പെടുകയാണ്. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ പ്രാരംഭമായി നമുക്ക് വായിക്കാം. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. എബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞവന് എബേസ് എന്ന് പേരിട്ടു. വളരെ മനോഹരമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. അനവധി പ്രസംഗങ്ങൾ, അനവധി ദേവദാസന്മാർ പ്രസംഗിച്ചിട്ടുള്ള ആലോചനകൾ നാം കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രി എന്തോ എൻ്റെ മനസ്സിൽ ഈ ഭാഗം ചിന്തയിൽ വരുവാനായിട്ടിടയായതുകൊണ്ട് ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവിൽ താല്പര്യപ്പെടുന്നു. ഈ വാക്യ ഭാഗം നാം ചിന്തിക്കുമ്പോൾ ആദ്യം തുടങ്ങുന്നത് തന്നെയാണ് അവൻ തന്റെ സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു. പിന്നാണ് അവന്റെ ജനനത്തെ കുറിച്ച് പറയുന്നത്. ആ വാക്യം തിരിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു ഞാൻ ചിന്തിക്കുന്നത്. ആദ്യം ജനനത്തെ കുറിച്ച് പറഞ്ഞിട്ടല്ലേ പിന്നെ അവന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നത്. പക്ഷെ ആ വാക്യം എഴുതുമ്പോൾ അത് ഒരുപക്ഷെ ട്രാൻസ്ലേഷന്റെ പ്രശ്നമാണെന്ന് അറിയത്തില്ല. പക്ഷെ എന്തായാലും അവന്റെ സഹോദരന്മാരെക്കാൾ മാന്യത. അവന്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു. വ്യസനപുത്രൻ അല്ലെങ്കിൽ എബേസ് എന്ന പേരാണ് ഇട്ടത്. എന്തുകൊണ്ടാണ് അവന്റെ അമ്മ അവനെ വ്യസനപുത്രൻ അല്ലെങ്കിൽ വേദനയോടെ ദുഃഖത്തോടെ പ്രസവിച്ചു എന്ന് പറയുന്നതിന്റെ കാരണം ദൈവത്തിന് വചനം വെളിപ്പെടുത്തുന്നില്ല. ഒരുപക്ഷെ ആ കുടുംബത്തിൽ എന്തെങ്കിലും ദാരുണമായ അനുഭവങ്ങൾ സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ അത്രത്തോളം വേദന അവനെ പ്രസവിച്ച സമയത്ത് അവർക്ക് ഉണ്ടായിരിക്കാം. എന്തായാലും അമ്മ ഇട്ട പേരെന്താ? വ്യസനപുത്രൻ അല്ലേ? ദുഃഖത്തോടെ അവനെ പ്രസവിച്ചെന്ന് പറഞ്ഞ് വ്യസനപുത്രൻ എന്നാണ് പേരിട്ടത്. ഏതെങ്കിലും അമ്മമാര് ദുഃഖത്തോടാണെങ്കിലും ഇങ്ങനെ ഒരു പേരിടുവോ? അതുപോലെ ആ മാതാവ് കഷ്ടം സഹിച്ചിട്ടുണ്ട്. അതേപോലെ അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. എന്തെങ്കിലും ദാരുണമായ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇട്ട പേര് വ്യസനപുത്രൻ. അവർ സഹോദരന്മാരുണ്ടായിരുന്നു എന്നാദ്യത്തെ വാക്യം മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ അല്ലേ? അവൻ സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു. അപ്പോൾ ഈ വ്യക്തി ജനിച്ചത് വ്യസനപുത്രനായിട്ടാണ്. എന്റെ പേരിട്ട ബിജി. എനിക്ക് സത്യത്തിൽ എന്റെ പേര് ഞാൻ വളർന്നു വന്നു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമൊന്നും ആയിരുന്നില്ല. ബിജി എന്തൊരു പേര് ബിജി. ഗൂഗിളിലൊക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു ഫുഡിന്റെ പേരാണ് ബിജി അടിച്ചു കഴിഞ്ഞാൽ ഒരു ഫുഡാണ്. അതുകൊണ്ട് എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു പേരാണ്. പിന്നെ ഞാൻ വളർന്നു വന്ന പേര് മനസ്സിലായി. അതായത് പാസ്റ്റേഴ്സിന്റെ പേര് ബിജി ഫിലിപ്പ്, ബിജി അഞ്ചല്, കുറെ പാസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ മാത്രമല്ല, ഇവിടെ ആൾക്കാരുണ്ട്. ഇതൊരു സന്തോഷമാണ്. ചെറുപ്പകാലത്ത് ബിജി പേര് വരുമ്പോൾ പെണ്ണാണുള്ളത്. ചില കോഴ്സൊക്കെ ഓഫീസിൽ വരുമ്പോൾ സിസ്റ്റർ ബിജിയെ കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞാണ് കോളുകൾ വരുന്നത്. ചിലപ്പോൾ അറിയാത്തത് അങ്ങനെ. അപ്പൊ എന്റെ പേര് എനിക്ക് അത്ര വളർന്നു വന്നപ്പോൾ എനിക്ക് അത്ര താല്പര്യം. നിങ്ങളുടെ പേര് അങ്ങനെയാണ്, ഇഷ്ടമാണോ? ഓ, ഈ പേര് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നതിന് ഉയർത്തിക്ക് ഇങ്ങനെയുള്ളവരുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് പേരിട്ട അമ്മയാണ്, മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ ഇട്ട പേരെന്താ? വ്യസനപുത്രൻ അല്ലേ? പേര് കേൾക്കുമ്പോൾ അവൻ പഠിച്ച സ്കൂളിൽ അല്ലെങ്കിൽ അവൻ പോകുന്ന സ്ഥലത്തെല്ലാം വ്യസനപുത്രൻ എബേസ് അല്ലേ? നമുക്ക് എബേസ് എന്ന് പറയുന്നത് വ്യസനപുത്രൻ അല്ലേ? ദുഃഖപുത്രൻ. പക്ഷെ അവന്റെ പേര് അവൻ മനസ്സിൽ കരുതിയിരുന്നെങ്കിലും അവന്റെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കുന്നില്ല. അവൻ തീരുമാനിച്ചു, എന്റെ പേര് പോലെ എന്റെ ജീവിതമാകത്തില്ല. പേര് മാറ്റുകയല്ല ചെയ്യുന്നത്. എന്റെ പേര് അമ്മയിട്ട് അങ്ങനെ സമൂഹം തീരുമാനിച്ചാലും ഞാൻ മാറാൻ തയ്യാറാകണമെന്ന് അവന്റെ അകത്തൊരാഗ്രഹമാണ്. അകത്തൊരാഗ്രഹം മാറാൻ തയ്യാറാകണമെന്ന് പറഞ്ഞാൽ നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് എബേസിന്റെ ദൈവം. എബേസ് വ്യസനപുത്രനാണെങ്കിലും അവന്റെ കൂടെ സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അവന്റെ ജീവിത ശൈലിയിൽ അവനൊരു മാന്യത പുലർത്തിയിരുന്നു. ഹോണറബിൾ ആയിരുന്നു അവനെന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവന്റെ പേര് അവിടെ നിന്നെങ്കിലും ദൈവം അവനെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതും എന്നാൽ ചെറിയതുമായ ഒരു പ്രാർത്ഥനയാണ് എബേസിന്റെ പ്രാർത്ഥന. എന്നാൽ എബേസിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കും. ഓരോ അഭിഷേകന്മാരെ ദൈവത്തിന്റെ വചനത്തിന് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാർട്ടിങ്ങും അവരുടെ പേരും ഒക്കെ അത്ര നല്ലതല്ലായിരുന്നു. പക്ഷെ അവരുടെ ജീവിത ശൈലി കൊണ്ട്, ദൈവത്തോടുള്ള അവരുടെ ബന്ധം കൊണ്ട്, അവരുടെ കണക്ഷൻ കൊണ്ട് അവർ ആ പേര്
എടുക്കുവാനിടയായിട്ടുണ്ട്. ബർണ്ണബാസ് ഒരു നല്ല മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്, പ്രബോധന പുത്രൻ എന്നാണ് അറിയപ്പെടുന്നത്. തന്റെ ശുശ്രൂഷ കൊണ്ട്, തന്റെ ജീവിത ശൈലി കൊണ്ട്, ദൈവത്തോടുള്ള ബന്ധം കൊണ്ട് അവന്റെ പെരുമാറിപ്പോയി. അനവധിയുണ്ട്. അബ്രഹാം അല്ലെ, വിശ്വാസികളുടെ പിതാവ്, കല്ലേയ പട്ടണമായ ഊരിൽ നിന്ന് വിഗ്രഹങ്ങളെ സേവിക്കുന്ന ഒരു സംസ്കാരത്തിനകത്ത് നിന്ന് അപ്പനും അവരുടെ ചാർച്ചക്കാരും അടങ്ങുന്ന ദൈവത്തെ സേവിക്കാത്ത സത്യ ദൈവത്തിന് വിരോധമായി ചലിക്കുന്ന ഒരു പട്ടണത്തിനകത്ത് നിന്ന്, കുടുംബത്തിനകത്ത് നിന്ന് ഒരുവനെ ദൈവം ചൊല്ലി വിളിച്ച് അവൻ ദൈവത്തോട് കൂടെ നടന്ന് കൂടാരമടിച്ച് ദൈവത്തിന് യാഗം കഴിച്ച് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ട് ദൈവത്തോട് ചേർന്ന് നടന്നപ്പോൾ ഇന്നലെ കേട്ടതുപോലെ മമ്മയുടെ തോപ്പിൽ ദൈവത്തിന്റെ ദൂതന്മാർ യഹോവയായ ദൈവം തന്നെ ഇറങ്ങി വന്നവരോട് സംസാരിച്ച് ദൈവത്തിന്റെ സ്നേഹിതനായി അവൻ മാറി. വിശ്വാസം നിമിത്തം വിശ്വാസികളുടെ പിതാവ് എന്ന പദവിയിലേക്ക് അവൻ വന്നു. നോക്കണമേ, തുടക്കങ്ങളായിരുന്നു കല്ലേപട്ടണമായ വിഗ്രഹങ്ങളെ സേവിക്കുന്ന ഒരു നശിച്ച കുടുംബം എന്ന് പറയാം അല്ലേ. വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കുടുംബത്തിനകത്ത് നിന്ന് വന്നവൻ എന്ന സത്യ ദൈവത്തെ അറിഞ്ഞപ്പോൾ അവൻ വിശ്വാസികളുടെ പിതാവായി തീർന്നു. അബ്രഹാം സ്നേഹിതനായ ദൈവത്തിന്റെ സ്നേഹിതനായി മാറുന്നു. യാക്കോബ് ഉപായിയായിരുന്നു അല്ലേ, തുടക്കത്തിൽ ഉപായിയായിരുന്നു, കള്ളത്തിന് മാത്രമേ കയ്യിലുള്ളായിരുന്നു. അമ്മയുടെ ഉപദേശം കേട്ട് അപ്പനെ വഞ്ചിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് പുറപ്പെട്ടതായ മനുഷ്യൻ, ലാബാന്റെ അടുത്തും ഒക്കെ സംസാരിച്ച മനുഷ്യനാണ്. ഉപായത്താൽ എല്ലാം സാധ്യമാക്കി തീർന്ന മനുഷ്യൻ. പക്ഷേ യാബോക്കിന്റെ കടവിൽ നമ്മളിന്ന് പാടിയതുപോലെ യാബോക്കിന്റെ കടവിൽ വെച്ച് അവന്റെ പേര് മാറി ഇസ്രായേലായി മാറി. ഇസ്രായേൽ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് പറയാമോ? ദൈവത്തിന്റെ പ്രഭു. ദൈവത്തിന്റെ പ്രഭുവായി അവൻ മാറി. ഉപായിയായിരുന്നവൻ, ദൈവത്തിൽ അകന്നു ജീവിച്ചിരുന്നവൻ ദൈവത്തിന്റെ പ്രഭുവായി മാറി. നിരവധി വ്യക്തികൾ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാത്തിൽ തുടരാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ എങ്ങനെ ജീവിത ശൈലിയിൽ അവൻ ദൈവത്തോട് അടുപ്പം നിലനിർത്തി, എങ്ങനെ അവന്റെ പേര് മാറി, എങ്ങനെ അവൻ മാന്യനായിത്തീർന്നു. നമുക്ക് മാന്യതയിലേക്ക്, മാന്യത എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ഡ്രസ് ധരിച്ച് മറ്റുള്ളവർ ഇങ്ങനെ മാന്യരായി നടക്കുന്നുള്ള മാന്യതയല്ല. ദൈവം നമുക്ക് തരുന്ന ഒരു ഹോണർ ഉണ്ട്, ദൈവം നമുക്ക് തരുന്ന ഒരു മാന്യതയുണ്ട്. അതാണ് പ്രാപിച്ചത്. എങ്ങനെയാണ് പ്രാപിക്കാൻ കഴിയുന്നത്? നിരന്തരം ദിനംതോറും ദൈവത്തോടുള്ള സംസർഗം, ദൈവത്തോടുള്ള ഏറ്റുപറച്ചിൽ, അതാണ് മാന്യതയിലേക്ക് നമ്മെ നടത്തുന്നത്. സങ്കീർത്തനക്കാരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് 139 അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ. വേറെ പരിചിതമായ വാക്യം, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ, ദൈവത്തോട് പറയാണ് എന്നെ ഒന്ന് പരിശോധിക്കണം, എന്നെ ഒന്ന് ശോധന ചെയ്യണം, എന്റെ ഹൃദയത്തെ അറിയണം. വായിച്ചു, എന്റെ നിലവുകളെ അറിയണം, എന്റെ ചിന്തകളെ അറിയണം. ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ എന്റെ മനസ്സിനകത്തൂടെ പോകുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒറ്റയാക്കാൻ കഴിയില്ല അല്ലേ. ഞാൻ പ്രസംഗിക്കുന്നെങ്കിലും നിങ്ങളെല്ലാം ഇങ്ങനെ ചെവി കൂർപ്പിച്ച് കേട്ടോണ്ടിരിക്കുന്നതാണെങ്കിലും നാളത്തെ കുട്ടിയുടെ കാര്യമോ വേറെ എന്തെങ്കിലും അണികളുടെ കാര്യമോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഇവിടെ പോകുന്നത് അല്ലേ. അതറിയാം. വ്യസനത്തിനുള്ള മാർഗം എന്റെ നിലവുകൾ എന്നാണെന്നുള്ളത് നീ തന്നെ ശോധന ചെയ്തറിയണം. വായിച്ചു, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. എന്റെ ജീവിതത്തിൽ വ്യസനത്തിനുള്ള മാർഗം, ദൈവത്തിൽ നിന്ന് അകന്നു പോയ ആ ചിന്തകൾ, നിരൂപണങ്ങൾ, ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൈവം എന്നെ പരിശോധിച്ച് അതെന്നെ അറിയിക്കണമേ. അതനുസരിച്ച് ഞാൻ നടക്കുമ്പോൾ ദൈവത്തിന്റെ മാന്യതയുടെ തലത്തിലേക്ക് ഞാൻ പ്രവേശിക്കും. എബേസിനെ പോലെ അങ്ങനെയുള്ള ഒരുവൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം വെളിപ്പെടും. എബേസിന്റെ പ്രാർത്ഥന പറയാം, വളരെ ചെറിയ പ്രാർത്ഥനയാണ്. 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യങ്ങൾ വായിക്കാം. വേഗത്തിൽ സഭാപ്രസംഗി 5:2. അതിവേഗത്തിലൊന്നും പറയരുത്, ദൈവസന്നിധിയിൽ വാക്ക് ഉച്ചരിപ്പാൻ. വാക്ക് ഉച്ചരിക്കുന്നത് വായുകൊണ്ടാണ്. അതിവേഗത്തിലൊന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം നാക്കുകൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് നിന്റെ ഹൃദയത്തിൽ ആ ഒരു ചിന്ത പോലും വരരുത് അല്ലെ. ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്.
പ്രാർത്ഥനകളൊക്കെ മറ്റുള്ളവർ കേൾക്കാനും ഒരു അനുഗ്രഹമായിട്ട് തോന്നാനൊക്കെ നമ്മളിങ്ങനെ സമയമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നല്ല പദങ്ങളൊക്കെ ഉച്ചാരണ പദങ്ങളൊക്കെ ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത് നാം ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. നമ്മുടെ വാക്ക് ചുരുക്കമായിരിക്കണം. പക്ഷെ ആ ചുരുക്കമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കകത്തും ഒരു ദൈവശക്തി വ്യാപരിക്കണം. അത് എബേസിന്റെ പ്രാർത്ഥന നാം പഠിക്കുമ്പോൾ അത് വളരെ ചുരുക്കമായ പ്രാർത്ഥനയാണ്, എന്നാൽ ശക്തിയുള്ള പ്രാർത്ഥനയായിരുന്നു. എബേസിന്റെ പ്രാർത്ഥന ഒരു പരീക്ഷ പ്രാർത്ഥനയായിരുന്നില്ല, അല്ലേ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നില്ല. എബേസ് നിശ്ചയമായി പ്രാർത്ഥിച്ചത് അറയിൽ കടന്ന് കടകടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം ദൈവത്തിന് വളരെ പറയുന്നില്ല, അറയിൽ കടന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് മറുപടി തരും. അപ്പൊ എബേസിന്റെ പ്രാർത്ഥന അങ്ങനെ ആയിരുന്നു. ജാതികളെ പോലെ ജൽപ്പനവും ചെയ്തില്ല. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന് ചിന്തിക്കരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുകയില്ല. പദങ്ങൾ കൂടുതൽ പ്രയോഗിച്ചതുകൊണ്ടോ സമയം കൂടുതൽ എടുത്തുകൊണ്ടോ ഉത്തരം ലഭിക്കത്തില്ല. എന്നാൽ ഒരു പ്രാർത്ഥന ചെറുതായിരുന്നെങ്കിലും അർത്ഥവത്തായിരുന്ന പ്രാർത്ഥനയായിരുന്നു, ജൽപ്പനങ്ങൾ അല്ലായിരുന്നു. എന്താണ് അവന്റെ പ്രാർത്ഥനയിൽ 3 ഘടകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ചിന്തിപ്പാനുള്ള സമയം നമ്മുടെ മുമ്പില്ല. ഒന്നാമത്തെ പ്രാർത്ഥന നമുക്കറിയാം. എന്താണ്? നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. ഇതാണ് ആദ്യത്തെ പ്രാർത്ഥന. ഈ അനുഗ്രഹം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് 2 ചിന്തകൾ കയറി വരും, അല്ലേ? എന്തൊക്കെയാണ്? ഭൗതികമായ അനുഗ്രഹം, ആത്മീയമായ. രണ്ടാമത്തെ വന്നോന്ന് അറിയത്തില്ല. ആത്മീയമായ അനുഗ്രഹം, ഭൗതികമായ അനുഗ്രഹം, ആത്മീയമായ അനുഗ്രഹം. ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത് 2 അനുഗ്രഹങ്ങളും ദൈവമക്കൾക്കുള്ളതാണ്. ചിലര് ഭൗതികമായ അനുഗ്രഹങ്ങളെ സ്പെസിഫൈ ചെയ്ത് അതിനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ ചില ആത്മീയമായ അനുഗ്രഹങ്ങളെ മാത്രം മോട്ടിവേറ്റ് ചെയ്തതാണ്. എന്നാൽ 2 ദൈവത്താൽ സംഭവിക്കുന്നതാണ്, ദൈവത്താലുള്ള മാന്യതയാണ് ഭൗതികമായ അനുഗ്രഹങ്ങളും ആത്മീയമായ അനുഗ്രഹങ്ങളും. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിക്കും. സദൃശവാക്യങ്ങൾ 10:22 വായിച്ചു. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. അപ്പൊ സമ്പത്തുണ്ടാകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ഞാൻ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞോളാം എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഉണ്ടോ? അങ്ങനെ കൈ ഞാൻ ഈ കഷ്ടതയിലും ദാരിദ്ര്യത്തിലും ഒക്കെ അനുഭവം, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് എന്ന് പറയുന്നത് കൈ അറിയില്ല, അല്ലേ? എന്താണ്? സമ്പത്തുണ്ടാകുന്ന അനുഗ്രഹം. ആരുടെ അനുഗ്രഹത്താൽ? യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. വായിച്ചേ. അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. ഓമത്തെ ചെയ്താലൊന്നും കൂടത്തില്ല. അധ്വാനത്താലൊന്നും അതിനോട് കൂടുന്നില്ല. യഹോവയുടെ അനുഗ്രഹത്താലാണ് സമ്പത്തുണ്ടാകുന്നത്. നന്നെ താമസിച്ച് കിടക്കാൻ പോകുന്നു, കഠിന പ്രയത്നം ചെയ്ത് ഉപയോഗിക്കുന്നത് എന്താ? വർദ്ധമാണ്. തന്റെ പ്രിയനോട് ദൈവം ഉറക്കത്തിൽ കൊടുക്കും. ദൈവത്തിന്റെ അനുഗ്രഹത്താലാണ് സമ്പത്തുണ്ടാകുന്നത്. സമ്പത്തിന്റെ പുറകെ പായണ്ട. ദൈവം അനുഗ്രഹിച്ചാൽ സമ്പത്ത് ഉണ്ടാകും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും നീ അതിന്റെ പുറകെ ഓടുന്നതാണോ? നിന്നെ അത് തുടരും, അല്ലേ? അപ്പൊ ഈ വാക്യത്തിനകത്ത് മറ്റ് ഒരു ട്രാൻസ്ലേഷൻ, പല ട്രാൻസ്ലേഷനിൽ വ്യത്യസ്തമായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. അങ്ങനെ ട്രാൻസ്ലേഷൻ വ്യത്യാസങ്ങളില്ലേ? യഹോവയുടെ അനുഗ്രഹം സമ്പത്തുണ്ടാകും. അതിന്റെ വാക്യം വായിച്ച്, യഹോവയുടെ അനുഗ്രഹം സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ ഒന്നും കൂടുന്നില്ല. അതിന് വേറെ അർത്ഥമാണ്. പക്ഷെ ഈ ട്രാൻസ്ലേഷൻ, മറ്റു ചില ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് ദൈവം അതിൽ ദുഃഖം കലർത്തുന്നില്ലെന്ന്. അപ്പൊ നിനക്ക് സമ്പത്തുണ്ടായാൽ, അനുഗ്രഹം ഉണ്ടായാൽ, അതിന്റെ കൂടെ ദുഃഖം കൂടെ ഉണ്ടായാൽ അവസ്ഥ എന്താ, അല്ലെ? ഒരു ഭാഗത്തുള്ള അധ്വാനിക്കുന്ന സമ്പത്തുണ്ടാകുന്നു, വേറൊരു ഭാഗത്തുള്ള രോഗം, പ്രശ്നം, പ്രതിസന്ധി, ആ സമ്പത്തെല്ലാം ചോർന്നു പോവുകയാണോ? ദുഃഖം കലർത്താത്ത സമ്പത്താണ് യഹോവയുടെ അനുഗ്രഹത്താൽ വരുന്നത്. വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് വിശ്വസിച്ച് ഏറ്റെടുത്തോ. ഹല്ലേലൂയ. എനിക്ക് ദുഃഖമില്ലാത്ത ഒരു സമ്പത്ത്, ഒരനുഗ്രഹം യഹോവയിൽ നിന്ന് പ്രാപിക്കാറുണ്ട്. അതിന് രാത്രി സംഭവിക്കട്ടെ. അത് നമ്മളെല്ലാവരും നല്ല ടോപ്പ് നിലവാരത്തിൽ, നല്ല നിലയിലൊന്നും അല്ല പോകുന്നത്. പ്രതിസന്ധികൾ കൂടെ, പ്രശ്നങ്ങൾ കൂടെ കണ്ടുപോകുന്നവരില്ലേ? ഒന്ന് പ്രാപിച്ചാൽ ഹല്ലേലൂയ.
വിശ്വസിക്കുന്ന പറഞ്ഞാണ് ഞാൻ എന്റെ സാഹചര്യത്തോട് അഡ്ജസ്റ്റ് ചെയ്യാൻ യബേസിനെപ്പോലെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. എന്റെ ദൈവം നിശ്ചയമായി അനുഗ്രഹിക്കും. Praise the Lord. Hallelujah. എന്നാൽ എല്ലാ സമ്പത്തും ഉണ്ടായിരുന്ന മനുഷ്യരെ നമ്മളിപ്പോ പാടിയപ്പോ പറഞ്ഞാൽ യാക്കോബിന്റെ കടവിൽ ഇറങ്ങി വന്നു അല്ലേ? ആ മനുഷ്യൻ സമ്പത്തിന് എന്തെങ്കിലും കുറവായിട്ടുണ്ടായിരുന്നോ? 32-ാം അധ്യായം അറിയാവുന്ന 26-ാമത്തെ പെട്ടെന്ന് വായിച്ചു. 32-26. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയാകുമ്പോൾ നിനക്ക് അനുഗ്രഹത്തിന് എന്താ കുറവ്? നിനക്ക് ഭാര്യമാരുണ്ട്, നിനക്ക് സമ്പത്തുണ്ട്, ആടുമാടുകളുണ്ട്. ഇതെല്ലാം പോരാടിയിട്ട് ഏശാവിനുള്ള ഒരു പോർഷനൂടെ അദ്ദേഹം ഇങ്ങനെ കൊടുത്തുവിടുകയാണ് അല്ലേ? എല്ലാം ഉള്ള മനുഷ്യനാണെങ്കിലും അതുകൊണ്ട് അവർ മനസ്സിലായി ഞാൻ ഓടിയതും അധ്വാനിച്ചതും എല്ലാം വ്യർത്ഥമാണ്. ലാബാന്റെ ഭവനത്തിൽ കഷ്ടപ്പെട്ടതും അച്ഛന്റെ അപ്പന്റെ അനുഗ്രഹം വാങ്ങിയതും അതിലൊന്നും കാര്യമില്ല. യഹോവ എന്നെ അനുഗ്രഹിക്കണം. ഈ മനുഷ്യൻ യഹോവയുടെ മുഖം തൊട്ടപ്പോൾ പിന്നെ ഒരു വടിയും ചാരിക്കൊണ്ടാണ് നടന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ തുകയുടെ തട മുടുക്കി. യാക്കോബിന് കഴിയുമ്പോൾ ഓടാൻ പറ്റത്തില്ല. അപ്പന്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ പ്രദേശത്തിന്റെ അനുഗ്രഹമായി ഓടിയത് യാക്കോബുണ്ട്. ലാബാന്റെ ഭവനത്തിൽ നിന്ന് വളരെ സ്പീഡിൽ യാക്കോബിനെ ഓട്ടത്തിൽ വെല്ലാൻ ഒരു മനുഷ്യനില്ല. അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഓടി, ലാബാന്റെ ഭവനത്തിൽ നിന്ന് ഓടി. അവന്റെ ഓട്ടത്തിൽ അവനെ കവച്ചു വെക്കാൻ ആർക്കും കഴിയാതെ എല്ലായിടത്തു നിന്നും ഭൗതികമായ അനുഗ്രഹം വേണ്ടി അവർ ഓടിക്കൊണ്ടിരുന്നു. പക്ഷെ യഹോവയുടെ സന്നിധി വന്നപ്പോൾ അവൻ പറയുകയാണ്, നീ എന്റെ തുടയുടെ തടം മുറുക്കിയാലും ഒരു വടിയിൽ ചാടിക്കൊണ്ട് എന്റെ ആയുസ് മുഴുവൻ ഞാൻ ജീവിച്ചാലും നീ എന്നെ അനുഗ്രഹിക്കുന്നെങ്കിൽ നീ വഴിയിൽ വെച്ച് പട്ടുപോകാതിരിക്കുന്നതാണ് ദൈവത്തിന്റെ അനുഗ്രഹം. നീ നേടിയ ഒന്നും നഷ്ടപ്പെടാതിരിക്കുന്നതാണ് ദൈവത്തിന്റെ അനുഗ്രഹം. നീ ഉണ്ടാക്കിയതൊന്നും ഇല്ലാതായി പോകാത്ത അനുഭവമാണ് ദൈവത്തിന്റെ അനുഗ്രഹം. നമ്മളുണ്ടാക്കിയ അനുഭവങ്ങൾ, നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോയാൽ എത്ര ഉണ്ടാക്കിയായിട്ട് എന്താ കാര്യം? അല്ലെ എവനൊക്കെ പഠിപ്പിക്കാൻ വീഴുക അല്ലെ? വെളിയിൽ പഠിക്കാൻ പോവുക, അപ്പൻ കൂടെ ഇല്ല, അമ്മ കൂടെ ഇല്ല. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഫ്രണ്ട്സ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ദൈവ സാന്നിധ്യമില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവില്ലെങ്കിൽ, ദൈവത്തിന്റെ ആരാധന ഇല്ലെങ്കിൽ തലമുറകൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് ബാങ്ക് ബാലൻസ് വ്യർത്ഥമായി തീരത്തില്ലേ? യഹോവയുടെ അനുഗ്രഹമാണ് ഏറ്റവും പ്രധാനം. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുക മാത്രമല്ല, അത് നിലനിൽക്കുകയൂടെ ചെയ്യും. അവരുടെ ശരീരത്തിൽ ഉള്ളത്തിൽ സംഭവിച്ചെങ്കിലും അവൻ വടിയിൽ ചാടിക്കൊണ്ട് അവരുടെ അവസാന നിമിഷം വരെ ദൈവത്തിന്റെ പദ്ധതികളെ അവന് കാണുവാൻ കഴിയും. അപ്പൊ രണ്ട് അനുഗ്രഹത്തെ കുറിച്ച് രണ്ടും നമുക്ക് വേണം. അവിടെ ഇന്ന് രാത്രി തൊട്ട് അല്ലെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ തീരുമാനിക്കാം, എനിക്ക് പൈസ ഒന്നുമില്ല, ഞാൻ എങ്ങനെ വന്നോളാം, ഞാൻ അഡ്ജസ്റ്റ് ആയി പറയരുത്. ആ ശാപം പൊട്ടണം നിന്റെ വായിക്കകത്തുന്നത് വളരുത്.
അതിനെ കേട്ട് നമ്മൾ വിടുകയല്ല, അതിനെ നമ്മൾ റിസീവ് ചെയ്യണം, ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റണം. പുറത്തെ രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചു. സാമ്പത്തികമായ അനുഗ്രഹം ദൈവത്തിൽ നിന്നുണ്ടാകുന്നു, അത് നിലനിർത്തുന്നത് ദൈവമാണ്, അത് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. മാത്രമല്ല ദൈവം നമ്മെ അവന്റെ കരം വെച്ച് അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ബ്ലെസ്സിംഗ്, രണ്ട് ബ്ലെസ്സിംഗിനെ കുറിച്ച് കേട്ടു. എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്തനുഗ്രഹത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്? സാമ്പത്തികമായ നിന്നെ അനുഗ്രഹിക്കാമെന്നാണ് പറയുന്നത്, ഭൗതികമായ നിന്നെ ഉയർത്താമെന്നാണ് പറയുന്നത്. അല്ലയല്ല, എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും അവൻ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. മതി, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കനുമാകേണ്ടതിന് അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മാത്രമല്ല സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്താണ് സ്വർഗ്ഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ എന്ന് പറയാമോ? സ്വർഗ്ഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ കർത്താവിനോടുള്ള സ്വർഗത്തിൽ എന്തൊക്കെയുണ്ട്? സ്വർഗത്തിൽ ദൂതന്മാരുണ്ട്, ദൂതന്മാരുടെ ഭാഷയുണ്ട്, അല്ലെ? ആത്മീയ യുദ്ധം സ്വർഗത്തിൽ നടക്കുന്നുണ്ട്, അല്ലെ? അപ്പോൾ ഇതെല്ലാം സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ. ഈ ലോകത്ത് ജീവിക്കുവാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സകല ആത്മീയ എക്യുപ്മെന്റ്സും കർത്താവ് നമുക്ക് നൽകും. ഈ ലോകത്തിൽ ശത്രുവിനെ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള കൃപാവരങ്ങൾ ദൈവം നമുക്ക് നൽകും. പണം മാത്രമല്ല, സൗന്ദര്യം മാത്രമല്ല, മറ്റനുഗ്രഹങ്ങൾ മാത്രമല്ല, ആത്മീയമായ അനുഗ്രഹങ്ങളിലൂടെ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ആഗ്രഹിക്കണം. അതിന്റെ ഭാഷയിൽ സംസാരിക്കുന്നത് ഒരു ആത്മീയ അനുഗ്രഹമാണ്, പ്രവചിക്കുന്നത് ഒരു ആത്മീയ അനുഗ്രഹമാണ്, പ്രസംഗിക്കുന്നത് ഒരു ആത്മീയ അനുഗ്രഹമാണ്, ദൈവം പഠിക്കുന്നത് ഒരു ആത്മീയ അനുഗ്രഹമാണ്, ആ സമയമെടുത്ത് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നത് ഒരു ആത്മീയ അനുഗ്രഹമാണ്. സ്വർഗത്തിലെ സകല അവൻ നമ്മെ നിറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 3 യോഹന്നാൻ 2-ാമത്തെ വാക്യം, വളരെ പരിചിതമായ വാക്യം. 3 യോഹന്നാൻ 2-ാമത്തെ വാക്യം. പ്രിയനേ, നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കുന്നത് പോലെ നിന്റെ ആത്മാവും സുഖമായിരിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? നീ സകലത്തിലും ശുഭമായി സുഖമായി ഇരിക്കണം. നിന്റെ ഭൗതിക മണ്ഡലങ്ങൾ, നിന്റെ ശാരീരിക മണ്ഡലങ്ങൾ, നിന്റെ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം. അത് പറഞ്ഞിട്ട് നിന്റെ ആത്മാവ് ശുഭമായിരിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല പ്രിയരെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നിന്റെ പ്രയോറിറ്റി നിന്റെ ആത്മാവിനായിരിക്കണം. നിന്റെ പ്രയോറിറ്റി നിന്റെ പരിശുദ്ധാത്മ നിറമുള്ള ജീവിതത്തിനായിരിക്കണം. നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രയോറിറ്റി കൊടുക്കണം. നിന്റെ ആരാധനയ്ക്ക് പ്രയോറിറ്റി കൊടുക്കണം. നിന്റെ ദൈവവചന ധ്യാനത്തിന് പ്രയോറിറ്റി കൊടുക്കണം. നിന്റെ ആത്മാവ് ശുഭമാണെങ്കിൽ നിന്റെ വാക്കുകളെല്ലാം ശുഭമായി. നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായി ഇരിക്കണം. ഒന്നാമത്തെ പ്രാർത്ഥന മാത്രമേ ചിന്തിച്ചുള്ളൂ. രണ്ടാമത്തെ പ്രാർത്ഥനയോട് ചിന്തിക്കാൻ, മുഴുവനായി ചിന്തിക്കാനുള്ള ഒരു സമയം ഞാൻ ചിന്തിക്കുന്നു. ഈ രണ്ടാമത്തെ പ്രാർത്ഥന ഇതാണ്: എന്റെ അതിരിനെ വിസ്താരമാക്കണം. ഇത് പറയാതെ പോകാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി സംഗീതത്തിൽ അത് വന്നു. എനിക്കൊരു വിശാലത വേണം, എന്റെ അതിരിനെ വിസ്താരമാക്കണം. നമുക്ക് അതിന് വിസ്താരമാക്കുന്നത്, അല്ലെങ്കിൽ വിശാലതയ്ക്കായി ആഗ്രഹിച്ച ഒരാളെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? പെട്ടെന്ന് ഒരു പ്രവാചകനും കുറച്ച് ശിഷ്യന്മാരും, എലീശയും തന്റെ പ്രവാചക ശിഷ്യന്മാരും വിശാലതയ്ക്കായി ആഗ്രഹിച്ചു. ആ ഭാഗം വായിക്കാനുള്ള സമയമില്ല. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗമാണ്. അത് തുടക്കം മാത്രം ഒന്ന് വായിച്ചു, മുഴുവൻ വായിക്കാനുള്ള സമയം ഇല്ലല്ലോ. 2 രാജാക്കന്മാർ 6-ന്റെ 1 മുതൽ. അപ്പൊ വിശാലതയ്ക്ക് ആഗ്രഹിക്കുന്നവർ അതിനൊരു തയ്യാറെടുപ്പ് നടത്തണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോകാം, എനിക്ക് എന്റെ സാഹചര്യങ്ങളൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇതിനകത്ത് പിടിച്ചു നിൽക്കുമെന്ന് പറയരുത്. ഒരു വിശാലതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം. പ്രവാചക ശിഷ്യന്മാർ എലീശയോട് പറഞ്ഞതാണ്, ഞങ്ങൾ പാർക്കുന്ന ഇടം ഞെരുക്കമുള്ളതാണ്, ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോകാനായിട്ട് താല്പര്യമില്ല. ചിലപ്പോൾ അവർ താമസിച്ചതല്ല
ഡബിൾ ഡക്കറുള്ള ബെഡൊക്കെ ആയിരിക്കും, തടി കൊണ്ടുണ്ടാക്കിയതായിരിക്കും മണ്ണത്തെ അല്ലേ. ഒരു റൂമിനകത്ത് ഈ എനിക്ക് തോന്നി കൊയ്ത്തിലൊക്കെ എത്രയും പേര് മരിക്കാൻ കാരണമായിട്ടുള്ളത് അതുകൊണ്ടാണ്. ഇത് ആലോചിച്ച് പേരൊക്കെ കാണും അല്ലേ. അതുകൊണ്ടായിരിക്കും ശ്വാസം പുക പെട്ടെന്ന് വ്യാപരിച്ചപ്പോൾ അവർക്ക് ഇറങ്ങി ഓടാനൊന്നും പറ്റാത്ത സാഹചര്യമായി അല്ലെ. ഓടുന്നവർ തമ്മിൽ കുട്ടിയിടിച്ച് കാണും, എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായി കാണും അല്ലേ. അപ്പോൾ അവർ പാർക്കുന്ന ഇടം ഇവരുടെ പ്രവാചകന്മാർ തടികൊണ്ടുണ്ടാക്കിയ ഡബിൾ ഡക്കർ വെട്ടിലൊക്കെ ആയിരിക്കും നടക്കുന്നത് അല്ലേ. ഇടുക്കമുള്ളവരാണ്. അപ്പൊ അവർ പറയാണ് ഈ പരിപാടി നടക്കത്തില്ല, ഞങ്ങൾ മരം മുറിക്കാൻ പോവുകയാണ്, ഞങ്ങൾ ദൈവത്തിന്റെ അഭിഷക്തന്റെ ശിഷ്യന്മാരാണ്, ദൈവത്തിന്റെ ദൂതം സ്ഥാപിക്കുന്ന ദൈവപുരുഷന്റെ ശിഷ്യന്മാരാണ്. ഞങ്ങൾ പാർക്കുന്ന ഇടം ഞെരുക്കമുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു വിശാലത വേണം, ഞങ്ങൾ മരം മുറിക്കാൻ പോവുകയാണ്. ആ സഹോദരൻ അറിയാം, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. മരം മുറിക്കാൻ പോവുകയാണ്. പ്രവാചകൻ എന്ത് ചെയ്തു? കൊള്ളനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്നെ പിടിച്ച് പോണേന്നാണ് ആണോ. ഇത്രയൊക്കെ കിട്ടില്ലേ. മരമൊന്നായാലും ഡബിളൊക്കെ കിടക്കാനുണ്ട്, കഞ്ഞിയായാലും കിട്ടുന്നുണ്ട്, ഉടച്ച് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഈ ചിക്കനും ബീഫും ഒക്കെ നിനക്ക് വേണമെന്നാണ് അമ്മാവൻ ചോദിച്ചത്. അല്ല, നീ ഒരു വിശാലതയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുകൂടെ പോരാൻ ഞാൻ തയ്യാറാണ്. ഒരു വിശാലതയ്ക്ക് കൊതിച്ചവർക്ക് വേണ്ടി ദൈവം അത് ചെയ്തു. ഇനി വിശാലതയ്ക്ക് ആഗ്രഹിക്കുന്നവരോട് ഒരു പോരുണ്ട്. അതുകൊണ്ട് ചെറിയ അവസാനം കൊണ്ട് പാട്ടൊന്നും എടുക്കാൻ കഴിയില്ല. വിശാലതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരു പോരുണ്ട്. വിശാലത രണ്ട് മേഖലകളുണ്ട്, ഭൗതിക മേഖലകളുണ്ട്, ആത്മിക മേഖലകളുണ്ട്. ആത്മിക മേഖലകളിൽ വരാനുള്ള സാധനങ്ങളൊന്നുമില്ല, പിന്നീട് നമ്മൾ ചിന്തിക്കാം. ഭൗതിക മേഖലകളിൽ വിശാലതയുണ്ട്. വിശാലതയ്ക്ക് വേണ്ടി നീ എന്ത് ചുവട് വെക്കുന്നു അന്ന് പോരുണ്ട്, പോര് വെളിപ്പെടും. പോര് വെളിപ്പെടുന്നു എന്നൊരു സന്തോഷമില്ലല്ലോ. പെന്തക്കോസ്തുകാർക്ക് പോരെന്ന് കേൾക്കുമ്പോഴാണ് സന്തോഷം. പത്തോസാർക്ക് ഒന്നും പോരില്ല. പെന്തക്കോസ് നമുക്കേ പോരുള്ളൂ, സത്യമാണ്, നമുക്കേ പോരുള്ളൂ. പോരെന്നാൽ നമുക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് അവർക്ക് പോരില്ലാത്തത്. വിശാലതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരു പോരുണ്ട്, ഒരു പോര് വെളിപ്പെട്ടു അല്ലേ. എന്താ സംഭവിച്ചത്? അവർ മരം മുറിക്കാൻ ഉദ്ദേശിച്ച കോടാലി വായ്പ വാങ്ങിയത്, പ്രവാചകരെ വായ്പ വാങ്ങിയതായിരുന്നു. വായ്പ വാങ്ങി കോടാലി എവിടെ പോയി? പിള്ളേരെ തുളിച്ചു നോക്കുന്നു. ഈ കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ? പ്രവാചകൻ അല്ലേ, അവര് വായ്പ വാങ്ങി കോടാലി എന്ത് ചെയ്തു? വെള്ളത്തിൽ വീണുപോയി, നഷ്ടപ്പെട്ടു പോയി. അത് വായ്പ വാങ്ങിയതായിരുന്നു. മരം മുറിക്കാൻ കൊണ്ടുവന്ന വിശാലതയ്ക്കായി ആഗ്രഹിച്ചത് വെള്ളത്തിൽ പോയി. എന്നാൽ വിശാലതയ്ക്കൊരു പോരുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നവനെ ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഒന്ന് ചാടിയോ, ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് പിരിയാൻ പോവുകയാണ്. വിശാലതയ്ക്കെതിരെ ഒരു പോരുണ്ട്. എന്നാൽ ഹല്ലേലൂയ, പോരിനകത്ത് പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരിൽ കൂടെ ഒരു വിടുതൽ വ്യാപരിക്കും. ഹല്ലേലൂയ. ആഴത്തിലേക്ക് പോയ കോടാലി അല്ലേ, സംഭവം അറിയാമല്ലോ, പറഞ്ഞ ആഴത്തിലേക്ക് പോയ കോടാലി. ഹല്ലേലൂയ. എന്തെങ്കിലും ഇരുമ്പ് ഉപകരണം ഉപയോഗിച്ചാണോ പ്രവാചകൻ മടക്കിയെടുത്തത്? അല്ല. ഒരു നീന്തൽക്കാരനെ അയച്ച് മുങ്ങിത്തപ്പിയാണോ കോടാലി എടുത്തത്? അല്ല. ഹല്ലേലൂയ. ഇരുമ്പിനെ പൊക്കാൻ അവൻ ഉപയോഗിച്ചത് ഒരു